സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിനെ ഡയഗ്നോസിസ് പ്രോപ്പർ ആക്കാനാണ് നോക്കുക. ഡയഗ്നോസിസ് പ്രോപ്പർ ആക്കിയിട്ടില്ലെങ്കിൽ അത് റോങ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ വെറുതെ ഒരു എക്കണോമിക് ബേർഡനൊക്കെ പേഷ്യൻറ്റിന് കൊടുക്കാനൊക്കെ കാരണമാവും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എനിക്കൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് മുഖത്ത് കുറേ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പോയി. ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നിപ്പോൾ പറയുമ്പോൾ ഇപ്പം നമ്മളൊക്കെ MBBS കഴിഞ്ഞ് പിന്നെ 3 വർഷം ഡെർമറ്റോളജിയിൽ MD എടുത്തിട്ടാണ് ഡെർമറ്റോളജിസ്റ്റ് ആവുന്നത്. പക്ഷെ ഇപ്പം മറ്റുള്ള പല ഡിഗ്രികൾ എടുത്തുള്ള ആളുകളും അതുപോലെ ഒരു ഡിഗ്രി ഇല്ലാത്ത ആളുകളൊക്കെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള പേരിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മുഖത്തുള്ള പാടുകൾ എന്നുള്ള നിലക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. അപ്പോൾ ആക്ച്വലി ഈ മുഖത്തെ പാടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പിമ്പിൾസ് വന്ന പാടുകളൊന്നും അല്ല. അത് ഡൗളിംഗ് ഡിഗോ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വന്ന പാടുകളാണ്. അപ്പോൾ കുട്ടിക്കും കുട്ടിയുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ബയോപ്സി എടുത്തിട്ട് ഇന്നതാണ് അസുഖം എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഈ ഡൗളിംഗ് ഡിഗോ ഡിസീസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നന്നാവും എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പ്രോപ്പറായിട്ട് ഡയഗ്നോസിസ് കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ബയോപ്സി എടുക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ബയോപ്സിക്ക് എടുത്ത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ MD ഡെർമറ്റോളജിസ്റ്റുകളെ തന്നെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.